ലോകം ഒന്നടങ്കം കാതോർത്ത പ്രഖ്യാപനം ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. പശ്ചിമേഷ്യയും ആഗോള സമ്പദ്വ്യവസ്ഥയെയും ഉലച്ച യുദ്ധത്തിന് അറുതി വരുത്തിക്കൊണ്ട് യുഎസും ഇറാനും തമ്മിൽ ഇന്ന് ചരിത്രപരമായ സമാധാന കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് ഉടനടി തുറക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾക്കുമപ്പുറം വലിയൊരു നയതന്ത്ര നാടകമാണോ പശ്ചിമേഷ്യയിൽ അരങ്ങേറുന്നത്? അമേരിക്കയും സഖ്യകക്ഷിയായ ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഈ നീക്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ചതിക്കുഴികൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ട്രംപ് അവകാശപ്പെടുന്ന ഈ ഇലക്ട്രോണിക് ഒപ്പിടൽ ഇറാൻ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഒപ്പുവെക്കൽ ഇന്ന് നടക്കില്ലെന്നും വരും ദിവസങ്ങളിൽ മാത്രമേ അതുണ്ടാകൂ എന്നുമാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കിയത്. അപ്പോൾ പിന്നെ ആരെ പറ്റിക്കാനാണ് ട്രംപിന്റെ ഈ തിടുക്കമെന്നതാണ് അടുത്ത ചോദ്യം. കരാറിലെ വ്യവസ്ഥകളെ ചൊല്ലി ഇരുപക്ഷത്തും കടുത്ത ഭിന്നതയുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ടോൾ ഈടാക്കണമെന്ന് ഇറാന്റെ ശക്തമായ ആവശ്യമാണ്. എന്നാൽ അതിനെക്കുറിച്ച് മിണ്ടാതെ ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്നാണ് അമേരിക്കയുടെ ഏകപക്ഷീയമായ വാശി. കൂടാതെ അമേരിക്ക അന്യായമായി മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന തങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ തിരികെ നൽകണമെന്ന ഇറാന്റെ ആവശ്യത്തിലും ട്രംപ് ഇതുവരെയും യാതൊരു വ്യക്തതയും വരുത്തിയിട്ടില്ല. ഒരു വശത്ത് വീണ്ടും സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന ട്രംപിന്റെ പൊള്ളയായ അവകാശവാദം ഉന്നയിക്കുകയാണ് വീണ്ടും. അതേസമയം സഖ്യകക്ഷിയായ ഇസ്രായേൽ ലബനാനിൽ ക്രൂരമായ വംശഹത്യ തുടരുക തന്നെയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലും ലബനാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഒരു നഗരസഭാ മേയറടക്കം നിരവധി നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. സമാധാനത്തിന്റെ വക്താക്കളെന്ന് സ്വയം പറയുന്ന അമേരിക്കയും സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് വേണമെന്ന് ആക്രോശിച്ചു നടക്കുന്ന ട്രംപും ഇസ്രായേലിന്റെ ഈ നരനായാട്ടിന് കുടപിടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇറാന്റെ യുറേനിയം ശേഖരം യുഎസ് പിടിച്ചെടുത്ത് നശിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഒബാമയുടെ കാലത്തെ ആണവ കരാറിനെ തള്ളിപ്പറയുന്ന ട്രംപ് ഇറാന് സാമ്പത്തിക സഹായം നൽകില്ലെന്നും ആവർത്തിക്കുന്നുണ്ട്. ഇത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ കടന്നുകയറ്റം മാത്രമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കൃത്യമായ ഉപാധികളോ ഇറാനുമായി പൂർണ്ണമായ ധാരണയോ ഇല്ലാതെ ലോകത്തിനു മുന്നിൽ ഒരു മാസ് എൻട്രിക്ക് വേണ്ടി മാത്രമാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇറാന്റെ മേൽ കടുത്ത ഉപരോധങ്ങളും ഭീഷണികളും നിലനിർത്തിക്കൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കൻ ഇസ്രായേൽ ടീമിന്റെ തന്ത്രപരമായ നീക്കമാണിത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യ ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. ഇസ്രായേലിന്റെ ക്രൂരതയും ട്രംപിന്റെ ധാർഷ്ട്യവും എത്ര കാലം തുടരുമെന്നതാണ് അടുത്ത ചോദ്യം.